ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇറച്ചിക്കറിയുമായിട്ടാണ്. അത് ഞങ്ങളുടെ മമ്മി എങ്ങനെയാണോ സാധാരണ വെക്കുന്നത് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെയും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഒരു കിലോ മാട്ടിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇറച്ചിക്കറിക്കുള്ള ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയുടെ ഗ്രേവിക്ക് വേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ സൈസാണ്. അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 10-13 കഷ്ണം വെളുത്തുള്ളി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. ഇഞ്ചിയും അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒപ്പം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അരിയാമെന്ന് നമുക്ക് കാണാം. ഇതേ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കുക്കറിനകത്ത് വേവിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് അലുത്തിട്ട് നല്ല ഒരു ഗ്രേവി ആയി തീരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിയുന്നത്. നമ്മൾ നല്ല രീതിയിൽ എല്ലാ ഐറ്റംസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇറച്ചിക്കറിക്ക് വേണ്ട പൊടി ഐറ്റംസ്: ആദ്യം 2.5 സ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒപ്പം കായപ്പൊടി. അത്യാവശ്യം ഒരു 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ തന്നെ പൊടിച്ച മസാല ആയതുകൊണ്ടാണ് 1/4 സ്പൂൺ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമുക്ക് കണക്കാക്കാം. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വഴറ്റുക. ഒപ്പം ആ തേങ്ങാക്കൊത്തിടുന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നാടൻ രീതിയാണ്. കാരണം പണ്ട് തൊട്ടേയുള്ള ആൾക്കാർ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് അവർ വഴറ്റുന്നത്. അത് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കട്ടെ, നന്നായിട്ട് വഴലട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെയൊക്കെ നിറം മാറി വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ, അതായത് നല്ലൊരു മണമൊക്കെ മാറി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് അത്യാവശ്യം ഒരു അധികം മൂത്ത് പോകാതെ വണ്ണം ഇളക്കി കൊടുത്ത് നമുക്ക് ഇതാദ്യമേ ഒരു മിക്സ്ചറാക്കി എടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ടപ്പോൾ ഒരു ശകലം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് അടുത്ത കുറച്ചുകൂടെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിന്. അപ്പം നമ്മുടെ മസാലയിലൊക്കെ ഒരു ഉപ്പൊക്കെ അങ്ങ് പുരളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പച്ചമണമൊക്കെ മാറി നമ്മളുടെ ആ ഒരു ഗ്രേവി ഫോമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഇറച്ചി നമുക്കിതിലേക്ക് എടുത്തിട്ടിട്ട് ഇനി അത് ചേർത്തിട്ട് കൂട്ടി യോജിപ്പിക്കാം. നന്നായിട്ട് നമ്മുടെ ഇറച്ചിയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് ആ ഒരു ഗ്രേവി ചേരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
നമ്മളിതൊന്ന് ഈ ഇറച്ചി ഒന്ന് നന്നായിട്ട് ചൂടാകുന്നിടം വരെ നമ്മൾ ഈ ചീനിച്ചട്ടി വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങി വരും. നമ്മൾ എന്നിട്ട് ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ, നമ്മുടെ ഇവിടുത്തെ കുക്കറിൻ്റെ ആ ഒരു വിസിലടി അനുസരിച്ചിട്ട് ഒരു 7 മാക്സിമം ഒരു 7 വിസിലെങ്കിലും അടുപ്പിച്ചാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഇത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മളിനി അത് വിസിൽ അടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒപ്പം ആ മസാല ഇച്ചിരി കഴുകി ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി അതിനകത്ത് വെള്ളമുണ്ട്. ശകലം കൂടെ നമുക്ക് ഇച്ചിരി ചാറ് നീണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ചേർത്തു. ഇതേ ലാസ്റ്റ് വിസിലും വന്നിട്ടുണ്ട്. നമ്മുടെ കറി നമ്മളിതേ ഒരു ബൗളിലേക്ക് എടുത്ത് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം. ഇത് കാണുക മാത്രമല്ല, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.